ഇന്ത്യയിൽ 100-ൽ അധികം കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഈ സംഭവം വീശാൻ പോകുന്നു. കൊടുങ്കാറ്റ് 100-150 കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ് നമ്മുടെ ഭാരതത്തിൽ വീശാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, അതിൻ്റെ തീവ്രത കുറയട്ടെ. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഉപവസിക്കാൻ പറ്റുന്ന ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. വരുന്ന 90 ദിവസം നമുക്ക് പ്രാർത്ഥനയോടെ നീങ്ങാം. അനർത്ഥങ്ങളുടെ തീവ്രത കുറയട്ടെ. വലിയ പ്രകൃതി ദുരന്തങ്ങൾ, പരിശുദ്ധാത്മാവ് അവരോട് പറയുന്ന ശബ്ദം ഇതാണ്: വലിയ പേമാരിയും കൊടുങ്കാറ്റും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. ഇപ്പോൾ സഹിച്ചുകൂടാത്ത ചൂടാണ് കേരളത്തിലടക്കമുള്ളത്. പക്ഷേ വലിയ പേമാരിയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഇന്ത്യയെ ദൈവം സംരക്ഷിക്കട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട സംസാരിച്ച ദൈവശബ്ദം, നോർത്ത് ഇന്ത്യയിൽ വലിയ കൊടുങ്കാറ്റുണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഇന്ത്യയെ പിടിച്ചു കുലുക്കുന്ന ഭൂമികൾക്കും ഇന്ത്യയെ ഉലയ്ക്കുന്ന പറപ്പിക്കുന്ന കൊടുങ്കാറ്റും ഉണ്ടാകാൻ പോകുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്, ന്യൂസിൽ കണ്ടിരിക്കുന്നതുകൊണ്ട് അമേരിക്കയിലും ഫ്ലോറിഡ ഇവിടെയെല്ലാം കൊടുങ്കാറ്റ് അടിച്ച് ബിൽഡിങ്ങുകൾ തകരുന്നു, കാറുകൾ പറപ്പിച്ചുകൊണ്ട് പോകുന്നു, വലിയ സംഭവങ്ങൾ ഉണ്ടാകും, വലിയ നാശങ്ങൾ കാറ്റ് വിതയ്ക്കുന്നു. ആമേൻ. അത് പറഞ്ഞ് കേട്ടുള്ള പരിചയമേ നമുക്കുള്ളൂ, ന്യൂസിൽ കണ്ടു പരിചയമേ ഉള്ളൂ. ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് അറിയിക്കുന്നു. ഇന്ത്യയിൽ 100-ൽ അധികം കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഈ സംഭവം വീശാൻ പോകുന്നു. കൊടുങ്കാറ്റ് 100-150 കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ് നമ്മുടെ ഭാരതത്തിൽ വീശാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. ജനത്തെ സ്വർഗം സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. എന്നെ കർത്താവ് കാണിച്ച ദർശനം ഇങ്ങനെയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ മേൽക്കൂരകൾ, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മേൽക്കൂരകളെല്ലാം കാറ്റത്ത് ചുരുട്ടിയെടുത്ത് പോകുന്ന ഒരു വലിയ കാറ്റാണ് ദൈവമാനെ കാണിച്ചത്. വലിയ നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഇത് കേരളത്തിലും ഇതുണ്ടാകും. കേരളത്തിലും ഈ കാറ്റ് വീശും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവേ, കരുണ കാണിക്കണമേ. വലിയ കൊടുങ്കാറ്റ് കേരള മണ്ണിലും ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. സ്വർഗമേ, കരുണ തോന്നണം, മനസ്സറിയണം. നമുക്ക് പ്രാർത്ഥിക്കാം, മടങ്ങിക്കയറാം, ദൈവസ്ഥലിൽ കയറാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുങ്ങാം. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാം, രാജ്യത്തിന് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം. കർത്താവ് കരുണ കാണിക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കനത്ത മഴയിലും ഇടിമിന്നലിലും ഉത്തർപ്രദേശിൽ വൻ നാശനഷ്ടം. 3 ദിവസത്തിനിടെ ഉത്തർപ്രദേശിൽ 117 പേരാണ് മരിച്ചത്. അതിശക്തമായ കാറ്റിൽ മേൽക്കൂരയ്ക്കൊപ്പം 50 അടി ഉയരത്തിൽ പറന്നുപൊങ്ങിയ ഗ്രാമീണൻ പരുക്കേറ്റ് ചികിത്സയിലാണ്. കാലം തെറ്റിയുണ്ടായ കനത്ത കാറ്റും പേമാരിയും ഉത്തർപ്രദേശിൽ വ്യാപക നാശം വിതച്ചു. ബറേലി ജില്ലയിലെ ബമിയാനയിൽ ഈ റിക്ഷ ഡ്രൈവറായ നാനി അൻസാരി മേൽക്കൂരയോടൊപ്പം 50 അടി ഉയരത്തിലേക്ക് പറന്നുപൊങ്ങിയ ഭയാനകമായ ദൃശ്യങ്ങളും ഉത്തർപ്രദേശിൽ നിന്നും പുറത്തുവന്നു. നാനി ഒരു വിവാഹ ഹാളിൽ നിൽക്കുമ്പോഴാണ് കനത്ത കാറ്റടിച്ചത്. മേൽക്കൂരയ്ക്കൊപ്പം പറന്നുപൊങ്ങിയ ഇയാൾ സമീപത്തുണ്ടായിരുന്ന വയലിലാണ് വീണത്. ബാരബങ്കി, ബഹ്റൈച്ച്, കാൺപൂർ ദെഹാത്ത് അടക്കം 19 ജില്ലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. 130 കന്നുകാലികൾ ചത്തു. 98 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ദുരിതമേഖലകൾ സന്ദർശിക്കാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 24 ഡൽഹി.
എറണാകുളം മൂവാറ്റുപുഴയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. നിർമ്മല സദൻ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ കാറിന് മുൻഭാഗം തകർന്നു. മൂവാറ്റുപുഴ നഗരത്തിൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. SS ശരണാണ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത്. ശരണപ്പോൾ ഇന്നും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഈ ശക്തമായ കാറ്റും മഴയും നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷ്മതയോടുകൂടി ഇരിക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മഴയത്തെ കാറ്റത്തെ മൂവാറ്റുപുഴ എന്തൊക്കെയാണ് സംഭവിച്ചത്? ശിവാസ്, വലിയ ജാഗ്രത തുടരണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകിട്ടാണ് മൂവാറ്റുപുഴയിൽ ശക്തമായ കാറ്റ് വീശിയത്. ഈ കാറ്റിലാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും കൃഷിയിടങ്ങളൊക്കെ തന്നെ വ്യാപക കൃഷിനാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരക്കുഴി റോഡ്, മാറാടി, കായനാട്, വാഴക്കുളം തുടങ്ങി നിരവധി ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ഒപ്പം തന്നെ വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും തകരാറിലായ സാഹചര്യത്തിലാണ്. ഇതിനൊപ്പം തന്നെ വിവിധ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ ശക്തമായ കാറ്റിൽ പറന്നുപോയിട്ടുണ്ട്. PO ജംഗ്ഷനിൽ ആരക്കുഴ റോഡ്, പെരുമ്പാവൂർ റോഡ് തുടങ്ങി നിരവധി ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മാടവന ക്ഷേത്രത്തിന് മുന്നിലും മരം കടപുഴകി വീഴുകയും ആ ക്ഷേത്രത്തിന്റെ ആർച്ച് നിലം പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നിർമ്മല സദൻ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് കാറിന്റെ മുൻഭാഗമാകെ തന്നെ തകർന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വലിയ പരിശ്രമമാണ് നടക്കുന്നത്. വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ കടപുഴകി വീണ മരങ്ങൾ അത് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ, ഒപ്പം തന്നെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി കോഴിക്കോട്ടേക്ക് പോകാം. അവിടെ നാദാപുരം, വടകര ഭാഗങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. പലയിടത്തും വെള്ളം കയറി. വടകര, തിരുവള്ളൂരിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ശരത് SS ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ശരത്ത്, ഇന്നത്തെ കോഴിക്കോട്ട് ഒരു കാലാവസ്ഥ എങ്ങനെയായിരുന്നു? ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? ഷിയാസ്, അതായത് കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ നേരിയ മഴയാണെങ്കിലും അല്പസമയം മുമ്പ് വരെ ശക്തമായ രീതിയിൽ മഴയുണ്ടായിരുന്നു. വൈകിട്ടാണ് കാര്യമായി വടകര, നാദാപുരം, കുറ്റ്യാടി അടക്കമുള്ള മേഖലയിൽ മഴ ലഭിച്ചിട്ടുള്ളത്. പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ്. വടകര, തിരുവള്ളൂരിലടക്കം വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. തിരുവള്ളൂരിൽ പല കടകളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഇതിനു പുറമെ കാറ്റും ശക്തമായതോടുകൂടി തന്നെ വീടിന് മുകളിലേക്കും ഒപ്പം ഇലക്ട്രിക് പോസ്റ്റുകളുടെ മുകളിലേക്കും ഒക്കെ തന്നെ മരങ്ങൾ കടപുഴകി വീണു. അങ്ങനെ മരങ്ങൾ വീണതിന് പിന്നാലെ തന്നെ പലയിടങ്ങളിലും വൈദ്യുതി ഇല്ലാതാവുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വടകര വളയത്തും വലിയ മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഒപ്പം മതിൽ വീണ് യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ട്. വളയം കല്ലുനിര സ്വദേശിനിയായ യുവതിക്കാണ് ഇത്തരത്തിൽ മതിൽ കാലിലേക്ക് വീണ് പരിക്കേറ്റിട്ടുള്ളത്. അതായത് മതിൽ കാലിലേക്ക് വീണ് ഇവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും ഇപ്പോൾ ഇവരുടെ കാലിനാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത്. ഒപ്പം നാദാപുരം മേഖലയിലും ശക്തമായ മഴയാണ്. പലയിടങ്ങളിലും റോഡിലും കടകളിലേക്കുമൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ജില്ലയിലെ മലയോര മേഖലയിൽ മഴ തുടരുകയാണ്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി പാലക്കാട്ടേക്കാണ് പോകുന്നത്. പാലക്കാടും കനത്ത മഴ, കാറ്റ്, വ്യാപക നാശനഷ്ടമാണ് പാലക്കാടും ഉണ്ടായത്. വണ്ടാഴി CVM LP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. ഓടുമേഞ്ഞ മേൽക്കൂര കനത്ത മഴയിൽ തകർന്ന് വീഴുകയായിരുന്നു. മേൽക്കൂര പുതുക്കിപ്പണിയാനെത്തിയ 5 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വടക്കഞ്ചേരി പ്രധാനിയിൽ മരം കടപുഴകി വീണ് 15 വീടുകൾ അപ്പാടെ തകർന്നു. വാഹനങ്ങൾക്ക് കേടുപാടും സംഭവിച്ചു. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇക്ബാൽ, അപ്പോൾ ഇന്നത്തെ ശക്തമായൊരു മഴയായിരുന്നു. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് പാലക്കാട് ഉണ്ടായത്? മഴ അവസാനിച്ചോ അതോ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഷിഹാസ്, പാലക്കാട് വടക്കഞ്ചേരി അതുപോലെ തന്നെ ആലത്തൂർ, നെന്മാറ മേഖലയിലാണ് കനത്ത മഴ ഇന്ന് വൈകുന്നേരം മുതൽ അനുഭവപ്പെട്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ വണ്ടാഴിയിലെ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീഴുന്ന സ്ഥിതി ഉണ്ടായത്. വണ്ടാഴി CVM LP സ്കൂളിന്റെ ഓടുമേന മേൽക്കൂരയാണ് തകർന്നു വീണത്. ഈ മേൽക്കൂര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില തൊഴിലാളികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. 7 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 5 പേർക്ക് ഈ മേൽക്കൂര വീണതുമായി ബന്ധപ്പെട്ടുള്ള അപകടത്തിൽ നിസ്സാരമായിട്ടുള്ള പരിക്കേറ്റിരുന്നു. മറ്റ് 2 പേർ ഈ അപകടം നടന്ന ഉടൻ തന്നെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഓടി നാട്ടുകാരെ വിളിച്ചു വരുത്തുകയും പിന്നീട് അവരുടെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തന ഒടുവിലാണ് ഈ 5 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിച്ചിട്ടുള്ളത്. ഈ വണ്ടാഴിയിൽ മാത്രമല്ല, ഈ സമീപത്തുള്ള വടക്കഞ്ചേരി പ്രധാനിയിൽ മരം കടപുഴകി വീണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ
നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശക്തമായിട്ടുള്ള കാറ്റിലാണ് ഈ മരങ്ങളെല്ലാം കടപുഴകി വീണിട്ടുള്ളത്. ഈ പ്രധാനിയിലുള്ള അംബേദ്കർ ഗ്രാമത്തുള്ള ചെല്ലൻ, ചാമി, സുന്ദരി, വെള്ളച്ചി, അതുപോലെ തന്നെ പൊന്നൻ, വീട്ടിക്കൽ കൃഷ്ണൻ, രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ വീടുകളുടെ മുകളിലാണ് ഈ മരം വീണ് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല പ്രദേശവാസിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുകയായിരുന്നു. അതിനെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് മുകളിലേക്കും ഈ മരം കടപുഴകി വീണ്ടുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ ഈ വടക്കഞ്ചേരി, ആലത്തൂർ, നെന്മാറ മേഖലയിലാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ മഴ മാറി നിൽക്കുന്ന സ്ഥിതിയാണ്. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഉപവസിക്കാൻ പറ്റുന്ന ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. വരുന്ന 90 ദിവസം നമുക്ക് പ്രാർത്ഥനയോടെ നീങ്ങാം. അനർത്ഥങ്ങളുടെ തീവ്രത കുറയട്ടെ. വലിയ പ്രകൃതി ദുരന്തങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദം ഇതാണ്: വലിയ പേമാരിയും കൊടുങ്കാറ്റും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. ഇപ്പോൾ സഹിച്ചുകൂടാത്ത ചൂടാണ് കേരളത്തിലടക്കമുള്ളത്. പക്ഷേ വലിയ പേമാരിയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ത്യയെ ദൈവം സംരക്ഷിക്കട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട സംസാരിച്ച ദൈവശബ്ദം, നോർത്ത് ഇന്ത്യയിൽ വലിയ കൊടുങ്കാറ്റുണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഇന്ത്യയെ പിടിച്ചു കുലുക്കുന്ന ഭൂമികൾക്കും ഇന്ത്യയെ ഉലയ്ക്കുന്ന പറപ്പിക്കുന്ന കൊടുങ്കാറ്റും ഉണ്ടാകാൻ പോകുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്, ന്യൂസിൽ കണ്ടിരിക്കുന്നതുകൊണ്ട് അമേരിക്കയിലും ഫ്ലോറിഡ ഇവിടെയെല്ലാം കൊടുങ്കാറ്റ് അടിച്ച് ബിൽഡിങ്ങുകൾ തകരുന്നു, കാറുകൾ പറപ്പിച്ചുകൊണ്ട് പോകുന്നു, വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു, വലിയ നാശങ്ങൾ കാറ്റ് വിതയ്ക്കുന്നു. ആമേൻ. അത് പറഞ്ഞ് കേട്ടുള്ള പരിചയമേ നമുക്കുള്ളൂ, ന്യൂസിൽ കണ്ടു പരിചയമേ ഉള്ളൂ. ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് അറിയിക്കുന്നു. ഇന്ത്യയിൽ 100-ൽ അധികം കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഈ സംഭവം വീശാൻ പോകുന്നു. കൊടുങ്കാറ്റ് 100-150 കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ് നമ്മുടെ ഭാരതത്തിൽ വീശാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. ജനത്തെ സ്വർഗം സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. എന്നെ കർത്താവ് കാണിച്ച ദർശനം ഇങ്ങനെയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ മേൽക്കൂരകൾ, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മേൽക്കൂരകളെല്ലാം കാറ്റത്ത് ചുരുട്ടിയെടുത്ത് പോകുന്ന ഒരു വലിയ കാറ്റാണ് ദൈവമാനെ കാണിച്ചത്. വലിയ നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഇത് കേരളത്തിലും ഇതുണ്ടാകും. കേരളത്തിലും ഈ കാറ്റ് വീശും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവേ, കരുണ കാണിക്കണമേ. വലിയ കൊടുങ്കാറ്റ് കേരള മണ്ണിലും ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. സ്വർഗമേ, കരുണ തോന്നണം, മനസ്സറിയണം. നമുക്ക് പ്രാർത്ഥിക്കാം, മടങ്ങിക്കയറാം, ദൈവസ്ഥലിൽ കയറാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുങ്ങാം. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാം, രാജ്യത്തിന് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം. കർത്താവ് കരുണ കാണിക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.